ശ്രീയെഴും അമ്മയായി കുടികൊണ്ട ഭദ്രനീ, ശ്രീവാഗ്വിലാസിനി അംബികേ ഭഗവതി, ശ്രീചക്രവാസിനി സുരലോകപാലിനി. പൗരാണിക പെരുമയുടെ ചരിത്രം പേരുന്ന ചിരപുരാതനമായ ആറ്റിൻപുറം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ രേവതി മഹോത്സവം 2025 ഫെബ്രുവരി 28, 1, 2 തീയതികളിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഒന്നാം ഉത്സവ ദിവസമായ ഫെബ്രുവരി 28 വെള്ളിയാഴ്ച രാവിലെ 5 മണിക്ക് നട തുറക്കൽ, നിർമാല്യം, അഭിഷേകങ്ങൾ, ഗണപതി ഹോമം, ഉദയാസ്തമന പൂജ, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം, തുടർന്ന് 11 മണിക്ക് ഉച്ചപൂജ. 11 മണി മുതൽ 2 മണി വരെ ക്ഷേത്രം വക നടത്തുന്ന സമൂഹ സന്ധ്യ. 12 മണിക്ക് തിരുനടയടയ്ക്കൽ, വൈകുന്നേരം 5-ന് നട തുറക്കൽ, പുഷ്പാഭിഷേകം, അലങ്കാര ദീപാരാധന, അത്താഴപൂജ. 9 മണിക്ക് തിരുനട അടയ്ക്കൽ. രാത്രി 8 മണി മുതൽ സൗപർണിക അവതരിപ്പിക്കുന്ന ഭക്തിഗാന മാലിക. അവതരണം ഒരു വനിതാ സംഗീത കൂട്ടായ്മ നെടുവങ്ങാട്. അന്നേ ദിവസം രാവിലെ 10 മണി മുതൽ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം വഹിക്കുന്നത് മറിയം ഹോസ്പിറ്റൽ, പനവൂർ. തിരുദേവിക്കിന്ന് രുദ്രഭാവത്തിക്കനലുണരുന്നേ. ആർത്തലയ്ക്കുന്ന അലമാലകൾ പോലെ മനസ്സിന്റെ ഉൾത്തടങ്ങളിൽ തുളുമ്പുന്ന ഭക്തിയുമായി കൈകൂപ്പി നിൽക്കുന്ന ഭക്തർ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ആറ്റിൻപുറം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ രേവതി മഹോത്സവം 2025 ഫെബ്രുവരി 28, മാർച്ച് 1, 2 തീയതികളിൽ രണ്ടാം ഉത്സവ ദിവസമായ മാർച്ച് 1 ശനിയാഴ്ച രാവിലെ 5 മണിക്ക് നട തുറക്കും. 5-6-ന് നിർമാല്യം, തുടർന്ന് അഭിഷേകം. 6 മണിക്ക് മഹാഗണപതി ഹോമം, ഉദയാസ്തമന പൂജ. 7 മണിക്ക് പ്രഭാത ഭക്ഷണം. 8:30-ന് മഹാമൃത്യുഞ്ജയ ഹോമം. 9:30-ന് നാഗരൂഢ. 11:30-ന് ഉച്ചപൂജ. 12 മണിക്ക് തിരുനട അടയ്ക്കൽ. വൈകുന്നേരം 5-ന് നട തുറക്കൽ. 6 മണിക്ക് പുഷ്പാഭിഷേകം, അലങ്കാര ദീപാരാധന. രാത്രി 7 മണിക്ക് കൈകൊട്ടി അവതരിപ്പിക്കുന്നത് യവനിക ആയിരവല്ലി ക്ഷേത്രം, ചാത്തിക്കുഴി. 8 മണിക്ക് അത്താഴപൂജ. 9 മണിക്ക് തിരുനട അടയ്ക്കൽ. നീരദനയനേ നീരേറ്റു പുറത്തമ്മേ, നീ എന്റെ വിളിപ്പുറത്തമ്മ, ദേവി ശ്രീചക്കുളം വാഴുമമ്മ. ആശ്രയിപ്പൂർക്കെന്നും അഭയവരദായകമായ, ആപൽ ബാന്ധവർക്കെന്നും ആശ്രയമായ, ആലംബഹീനർക്കെന്നും ആലംബമായ ആറ്റിൻപുറം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ രേവതി മഹോത്സവം 2025 ഫെബ്രുവരി 28, മാർച്ച് 1, 2 തീയതികളിൽ മൂന്നാം ഉത്സവ ദിവസമായ 2025 മാർച്ച് 2 ഞായറാഴ്ച രാവിലെ 4:30-ന് നട തുറക്കൽ, 4:35-ന് നിർമാല്യം, 4:45-ന് അഭിഷേകങ്ങൾ, 6 മണിക്ക് മഹാഗണപതി ഹോമം, ഉദയാസ്തമന പൂജ, 6:10-ന് ഉഷപൂജ, 8 മണിക്ക് ചെണ്ടമേളം. 9 മണി മുതൽ ആറ്റിൻപുറം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ അമ്മയ്ക്ക് മുന്നിൽ സമൂഹ പൊങ്കാല. ഒരു വീട്ടിൽ നിന്നും ഒരു പൊങ്കാലയെങ്കിലും അമ്മയ്ക്ക് സമർപ്പിച്ച് പുണ്യം നേടണമെന്ന് ഭക്ത്യാദരപൂർവം അഭ്യർത്ഥിക്കുകയാണ്. 10:30-ന് പ്രഭാത ഭക്ഷണം, 11 മണിക്ക് ഉച്ചപൂജ, 11:15-ന് പൊങ്കാല നിവേദ്യം, 12:30-ന് തിരുനട അടയ്ക്കൽ. വൈകുന്നേരം 4-ന് നട തുറക്കൽ, 4:45-ന് ഉരുൾ, 6 മണിക്ക് പുഷ്പാഭിഷേകം, അലങ്കാര ദീപാരാധന, 6:10
6:15 ശീവേലി വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള വർണ്ണശബളമായ താലപ്പൊലിയുടെ അകമ്പടിയോടെ കുത്തിയോട്ട ഘോഷയാത്ര. രാത്രി 11 ക്ഷേത്രക്കടവിൽ നീരാട്ട്. തുടർന്ന് ക്ഷേത്രത്തിൽ താലപ്പൊലിയും വിളക്കും. രാത്രി 12 പൂത്തിരിമേള. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. മൺതരികളിൽ പോലും പൗരാണിക ചരിത്രം രചിക്കപ്പെട്ടിട്ടുള്ള ദേവീനാമ സങ്കീർത്തനങ്ങളാലും ദേവീ പുരാണ പാരായണ സൗകുമാര്യത്താലും ഈ ദേശമാകെയും ഭക്തിയുടെ ആനന്ദ ദുന്ദുഭിനാദം മുഴക്കിക്കൊണ്ട് ആറ്റിൻപുറം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ രേവതി മഹോത്സവം 2025 ഫെബ്രുവരി 28, 1, 2 തീയതികളിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഒന്നാം ഉത്സവ ദിവസമായ ഫെബ്രുവരി 28 വെള്ളിയാഴ്ച രാവിലെ 5 മണിക്ക് നട തുറക്കൽ, നിർമാല്യം, അഭിഷേകങ്ങൾ, ഗണപതി ഹോമം, ഉദയാസ്തമന പൂജ, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം. തുടർന്ന് 11 മണിക്ക് ഉച്ചപൂജ. 11 മണി മുതൽ 2 മണി വരെ ക്ഷേത്രം വക നടത്തുന്ന സമൂഹ സന്ധ്യ. 12 മണിക്ക് തിരുനടയടയ്ക്കൽ. വൈകുന്നേരം 5 നട തുറക്കൽ, പുഷ്പാഭിഷേകം, അലങ്കാര ദീപാരാധന, അത്താഴ പൂജ. 9 മണിക്ക് തിരുനട അടയ്ക്കൽ. രാത്രി 8 മണി മുതൽ സൗപർണിക അവതരിപ്പിക്കുന്ന ഭക്തിഗാന മാലിക. അവതരണം ഒരു വനിതാ സംഗീത കൂട്ടായ്മ നെടുവങ്ങാട്. അന്നേ ദിവസം രാവിലെ 10 മണി മുതൽ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം വഹിക്കുന്നത് മറിയം ഹോസ്പിറ്റൽ, പനവൂർ. പൊങ്കാലയേകാമമ്മേ ചക്കുളത്തമ്മേ, ഞാൻ വൃശ്ചികത്തിൽ കാർത്തികയായി നിൻ തിരുനാളായി. ഈരേഴു 14 ലോകവും തന്റെ അകക്കണ്ണാൽ കണ്ട് മനം നൊന്ത് പ്രാർത്ഥിക്കുന്ന ഭക്തനു മുന്നിൽ അനുഗ്രഹാശുസുകൾ വാരിച്ചൊരിയുന്ന ആറ്റിൻപുറം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ രേവതി മഹോത്സവം 2025 ഫെബ്രുവരി 28, മാർച്ച് 1, 2 തീയതികളിൽ രണ്ടാം ഉത്സവ ദിവസമായ മാർച്ച് 1 ശനിയാഴ്ച രാവിലെ 5 മണിക്ക് നട തുറക്കും. 5:06 നിർമാല്യം. തുടർന്ന് അഭിഷേകം. 6 മണിക്ക് മഹാഗണപതി ഹോമം, ഉദയാസ്തമന പൂജ. 7 മണിക്ക് പ്രഭാത ഭക്ഷണം. 8:30 മഹാമൃത്യുഞ്ജയ ഹോമം. 9:30 നാഗരൂഢ. 11:30 ഉച്ചപൂജ. 12 മണിക്ക് തിരുനട അടയ്ക്കൽ. വൈകുന്നേരം 5 നട തുറക്കും. 6 മണിക്ക് പുഷ്പാഭിഷേകം, അലങ്കാര ദീപാരാധന. രാത്രി 7 മണിക്ക് കൈകൊട്ടി അവതരിപ്പിക്കുന്നത് യവനിക ആയിരവല്ലി ക്ഷേത്രം, ചാത്തിക്കുഴി. 8 മണിക്ക് അത്താഴ പൂജ. 9 മണിക്ക് തിരുനട അടയ്ക്കൽ. അമ്മേ അമ്മേ എന്നൊന്നു വിളിച്ചാൽ മനസ്സാകെ നിറഞ്ഞു വിളിപ്പുറത്തെ വനദുർഗാദേവിയുടെ അനുഗ്രഹം കൊണ്ട് ധന്യമായ ഈ പുണ്യഭൂമിയിലിതാ ഉത്സവത്തിന്റെ നാളുകൾ. ആറ്റിൻപുറം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ രേവതി മഹോത്സവം 2025 ഫെബ്രുവരി 28, മാർച്ച് 1, 2 തീയതികളിൽ മൂന്നാം ഉത്സവ ദിവസമായ 2025 മാർച്ച് 2 ഞായറാഴ്ച രാവിലെ 4:30 നട തുറക്കൽ. 4:35 നിർമാല്യം. 4:45 അഭിഷേകങ്ങൾ. 6 മണിക്ക് മഹാഗണപതി ഹോമം, ഉദയാസ്തമന പൂജ. 6:10 ഉഷപൂജ. 8 മണിക്ക് ചെണ്ടമേളം. 9 മണി മുതൽ ആറ്റിൻപുറം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ അമ്മയ്ക്ക് മുന്നിൽ സമൂഹ പൊങ്കാല. ഒരു വീട്ടിൽ നിന്നും
ഒരു പൊങ്കാലയെങ്കിലും അമ്മയ്ക്ക് സമർപ്പിച്ച് പുണ്യം നേടണമെന്ന് ഭക്ത്യാദരപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. 10:30 പ്രഭാത ഭക്ഷണം, 11 മണിക്ക് ഉച്ചപൂജ, 11:15 പൊങ്കാല നിവേദ്യം, 12:30 തിരുനട അടയ്ക്കൽ, വൈകുന്നേരം 4 നട തുറക്കൽ, 4:45 ഉരുൾ, 6 മണിക്ക് പുഷ്പാഭിഷേകം, അലങ്കാര ദീപാരാധന, 6:15 ശീവേലി വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള വർണ്ണശബളമായ താലപ്പൊലിയുടെ അകമ്പടിയോടെ കുത്തിയോട്ട ഘോഷയാത്ര, രാത്രി 11 ക്ഷേത്രക്കടവിൽ നീരാട്ട്, തുടർന്ന് ക്ഷേത്രത്തിൽ താലപ്പൊലിയും വിളക്കും, രാത്രി 12 പൂത്തിരിമേളം. ശ്രീയെഴും അമ്മയായി കുടികൊണ്ട ഭദ്രനീ, ശ്രീവാഗ്വിലാസിനി അംബികേ ഭഗവതി, ശ്രീചക്രവാസിനി സുരലോകപാൽ. ആറ്റിൻപുറം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ രേവതി മഹോത്സവം 2025 ഫെബ്രുവരി 28, മാർച്ച് 1, 2 എന്നീ ദിവസങ്ങളിൽ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രോത്സവ കമ്മിറ്റി ഭക്ത്യാദരപൂർവ്വം അറിയിക്കുകയാണ്. മുൻ വർഷങ്ങളിൽ ക്ഷേത്രത്തിന്റെ സകലവിധ പുരോഗതിക്കും വേണ്ടി നിർലോഭമായ സഹായ സഹകരണങ്ങൾ നൽകിയ ഭക്തജനങ്ങൾക്ക് ട്രസ്റ്റ് കമ്മിറ്റി അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. പൗരാണിക പെരുമയുടെ ചരിത്രം പേറുന്ന ചിരപുരാതനമായ ആറ്റിൻപുറം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ രേവതി മഹോത്സവം 2025 ഫെബ്രുവരി 28, 1, 2 തീയതികളിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഒന്നാം ഉത്സവ ദിവസമായ ഫെബ്രുവരി 28 വെള്ളിയാഴ്ച രാവിലെ 5 മണിക്ക് നട തുറക്കൽ, നിർമാല്യം, അഭിഷേകം, ഗണപതി ഹോമം, ഉദയാസ്തമന പൂജ, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം, തുടർന്ന് 11 മണിക്ക് ഉച്ചപൂജ, 11 മണി മുതൽ 2 മണി വരെ ക്ഷേത്രം വക നടത്തുന്ന സമൂഹ സന്ധ്യ, 12 മണിക്ക് തിരുനടയടയ്ക്കൽ, വൈകുന്നേരം 5 നട തുറക്കൽ, പുഷ്പാഭിഷേകം, അലങ്കാര ദീപാരാധന, അത്താഴ പൂജ, 9 മണിക്ക് തിരുനട അടയ്ക്കൽ, രാത്രി 8 മണി മുതൽ സൗപർണിക അവതരിപ്പിക്കുന്ന ഭക്തിഗാന മാലിക അവതരണം ഒരു വനിതാ സംഗീത കൂട്ടായ്മ നെടുവങ്ങാട്. അന്നേ ദിവസം രാവിലെ 10 മണി മുതൽ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരിക്കുന്നതാണ്. മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം വഹിക്കുന്നത് മറിയം ഹോസ്പിറ്റൽ, പനവൂർ. തിരുദേവിക്കിന്ന് രുദ്രഭാവത്തിക്കനലുണരുന്നേ, ആർത്തലയ്ക്കുന്ന അലമാലകൾ പോലെ മനസ്സിന്റെ ഉൾത്തടങ്ങളിൽ തുളുമ്പുന്ന ഭക്തിയുമായി കൈകൂപ്പി നിൽക്കുന്ന ഭക്തർ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ആറ്റിൻപുറം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ രേവതി മഹോത്സവം 2025 ഫെബ്രുവരി 28, മാർച്ച് 1, 2 തീയതികളിൽ രണ്ടാം ഉത്സവ ദിവസമായ മാർച്ച് 1 ശനിയാഴ്ച രാവിലെ 5 മണിക്ക് നട തുറക്കും, 5:06 നിർമ്മാല്യം, തുടർന്ന് അഭിഷേകം, 6 മണിക്ക് മഹാഗണപതി ഹോമം, ഉദയാസ്തമന പൂജ, 7 മണിക്ക് പ്രഭാത ഭക്ഷണം, 8:30 മഹാമൃത്യുഞ്ജയ ഹോമം, 9:30 നാഗരൂഢ, 11:30 ഉച്ചപൂജ, 12 മണിക്ക് തിരുനട അടയ്ക്കൽ, വൈകുന്നേരം 5 നട തുറക്കൽ, 6 മണിക്ക് പുഷ്പാഭിഷേകം, അലങ്കാര
ദീപാരാധന. രാത്രി 7 മണിക്ക് കൈകൊട്ടി അവതരിപ്പിക്കുന്നത് യവനിക ആയിരവല്ലി ക്ഷേത്രം ചാത്തിക്കുഴി. 8 മണിക്ക് അത്താഴപൂജ. 9 മണിക്ക് തിരുനട അടയ്ക്കൽ. നീരദനയനെ നീരേറ്റു പുറത്തമ്മേ നീ എന്റെ വിളിപ്പുറത്തമ്മ ദേവി ശ്രീ ചക്കുളം വാഴുമമ്മ. ശനീശ്വര ഹോമം. കണ്ടകശനി, ഏഴരശനി, ജന്മശനി, ശനിദശ തുടങ്ങി എല്ലാവിധ ദോഷ നിവാരണത്തിനും കുടുംബ ഐശ്വര്യത്തിനും കുടുംബാഭിവൃദ്ധിക്കും സന്താന ദുരിതങ്ങൾക്കും പരിഹാരമായി എല്ലാ മലയാള മാസവും ആദ്യത്തെ ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് ക്ഷേത്രത്തിൽ നടക്കുന്ന ശനീശ്വര ഹോമത്തിൽ പങ്കെടുത്ത് ദേവപ്രീതി നേടണമെന്ന് ഭക്ത്യാദരപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. മൺതരികളിൽ പോലും പൗരാണിക ചരിത്രം രചിക്കപ്പെട്ടിട്ടുള്ള ദേവീനാമ സങ്കീർത്തനങ്ങളാലും ദേവീ പുരാണ പാരായണ സൗകുമാര്യത്താലും ഈ ദേശമാകെയും ഭക്തിയുടെ ആനന്ദ ദുന്ദുഭിനാദം മുഴക്കിക്കൊണ്ട് ആറ്റിൻപുറം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ രേവതി മഹോത്സവം 2025 ഫെബ്രുവരി 28, 1, 2 തീയതികളിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഒന്നാം ഉത്സവ ദിവസമായ ഫെബ്രുവരി 28 വെള്ളിയാഴ്ച രാവിലെ 5 മണിക്ക് നട തുറക്കൽ, നിർമാല്യം, അഭിഷേകങ്ങൾ, ഗണപതി ഹോമം, ഉദയാസ്തമന പൂജ, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം. തുടർന്ന് 11 മണിക്ക് ഉച്ചപൂജ. 11 മണി മുതൽ 2 മണി വരെ ക്ഷേത്രം വക നടത്തുന്ന സമൂഹ സന്ധ്യ. 12 മണിക്ക് തിരുനടയടയ്ക്കൽ. വൈകുന്നേരം 5-ന് നട തുറക്കൽ, പുഷ്പാഭിഷേകം, അലങ്കാര ദീപാരാധന, അത്താഴപൂജ. 9 മണിക്ക് തിരുനട അടയ്ക്കൽ. രാത്രി 8 മണി മുതൽ സൗപർണിക അവതരിപ്പിക്കുന്ന ഭക്തിഗാന മാലിക. അവതരണം ഒരു വനിതാ സംഗീത കൂട്ടായ്മ നെടുവങ്ങാട്. അന്നേ ദിവസം രാവിലെ 10 മണി മുതൽ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം വഹിക്കുന്നത് മറിയം ഹോസ്പിറ്റൽ, പനവൂർ. പൊങ്കാലയേകാമമ്മേ ചക്കുളത്തമ്മേ ഞാൻ വൃശ്ചികത്തിൽ കാർത്തികയായി നിൻ തിരുനാളായി. 14 ലോകവും തന്റെ അകക്കണ്ണാൽ കണ്ട് മനം നൊന്ത് പ്രാർത്ഥിക്കുന്ന ഭക്തനു മുന്നിൽ അനുഗ്രഹാശുസുകൾ വാരിച്ചൊരിയുന്ന ആറ്റിൻപുറം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ രേവതി മഹോത്സവം 2025 ഫെബ്രുവരി 28, മാർച്ച് 1, 2 തീയതികളിൽ രണ്ടാം ഉത്സവ ദിവസമായ മാർച്ച് 1 ശനിയാഴ്ച രാവിലെ 5 മണിക്ക് നട തുറക്കൽ. 5-6-ന് നിർമാല്യം. തുടർന്ന് അഭിഷേകം. 6 മണിക്ക് മഹാഗണപതി ഹോമം, ഉദയാസ്തമന പൂജ. 7 മണിക്ക് പ്രഭാതഭക്ഷണം. 8:30-ന് മഹാമൃത്യുഞ്ജയ ഹോമം. 9:30-ന് നാഗരൂഢ. 11:30-ന് ഉച്ചപൂജ. 12 മണിക്ക് തിരുനട അടയ്ക്കൽ. വൈകുന്നേരം 5-ന് നട തുറക്കൽ. 6 മണിക്ക് പുഷ്പാഭിഷേകം, അലങ്കാര ദീപാരാധന. രാത്രി 7 മണിക്ക് കൈകൊട്ടി അവതരിപ്പിക്കുന്നത് യവനിക ആയിരവല്ലി ക്ഷേത്രം ചാത്തിക്കുഴി. 8 മണിക്ക് അത്താഴപൂജ. 9 മണിക്ക് തിരുനട അടയ്ക്കൽ. അമ്മേ അമ്മേ എന്നൊന്നു വിളിച്ചാൽ മനസ്സാകെ നിറഞ്ഞു വിളിച്ചാൽ വിളിപ്പുറത്തെ
അക്ഷയ നാരങ്ങ വിളക്ക്. അക്ഷയം എന്ന ക്ഷയിക്കാത്ത ഭക്തരുടെ കാര്യസിദ്ധിക്കായി എല്ലാ വെള്ളിയാഴ്ചയും രാവിലെയും വൈകുന്നേരവും അക്ഷയ നാരങ്ങ വിളക്ക് കത്തിച്ച് ഒരു നാരങ്ങ വിളക്കിൽ തുടങ്ങി ഒന്ന് വീതം വർദ്ധിപ്പിച്ച് 27 ദിവസം 27 നാരങ്ങ വിളക്കുകൾ കത്തിച്ച് അതോടൊപ്പം പ്രദക്ഷിണം ചെയ്ത് തിരുമുമ്പിൽ പ്രാർത്ഥിച്ച് സമർപ്പിച്ച രോഗദുരിതം, വിവാഹ തടസ്സം, സന്താനലബ്ധി, തൊഴിൽ തടസ്സം, ഗൃഹനിർമ്മാണം, ദാമ്പത്യ കലഹം തുടങ്ങി ഏത് കാര്യവും 27 നാളുകൊണ്ട് ദേവിയുടെ അത്ഭുത സിദ്ധി കൊണ്ട് മാറുന്നതാണ്. ശ്രീയെഴും അമ്മയായി കുടികൊണ്ട ഭദ്രനി, ശ്രീവാഗ്വിലാസിനി അംബികേ ഭഗവതി, ശ്രീചക്രവാസിനി സുരലോകപാലി. പൗരാണിക പെരുമയുടെ ചരിത്രം പേറുന്ന ചിരപുരാതനമായ ആറ്റിൻപുറം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ രേവതി മഹോത്സവം 2025 ഫെബ്രുവരി 28, 1, 2 തീയതികളിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഒന്നാം ഉത്സവ ദിവസമായ ഫെബ്രുവരി 28 വെള്ളിയാഴ്ച രാവിലെ 5 മണിക്ക് നട തുറക്കൽ, നിർമാല്യം, അഭിഷേകങ്ങൾ, ഗണപതി ഹോമം, ഉദയാസ്തമന പൂജ, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം, തുടർന്ന് 11 മണിക്ക് ഉച്ചപൂജ. 11 മണി മുതൽ 2 മണി വരെ ക്ഷേത്രം വക നടത്തുന്ന സമൂഹ സന്ധ്യ. 12 മണിക്ക് തിരുനടയടയ്ക്കൽ, വൈകുന്നേരം 5-ന് നട തുറക്കൽ, പുഷ്പാഭിഷേകം, അലങ്കാര ദീപാരാധന, അത്താഴ പൂജ. 9 മണിക്ക് തിരുനട അടയ്ക്കൽ. രാത്രി 8 മണി മുതൽ സൗപർണിക അവതരിപ്പിക്കുന്ന ഭക്തിഗാന മാലിക. അവതരണം ഒരു വനിതാ സംഗീത കൂട്ടായ്മ നെടുവങ്ങാട്. അന്നേ ദിവസം രാവിലെ 10 മണി മുതൽ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരിക്കുന്നതാണ്. മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം വഹിക്കുന്നത് മറിയം ഹോസ്പിറ്റൽ, പനവൂർ. തിരുദേവിക്കിന്ന് രുദ്രഭാവത്തിക്കനലുണരുന്നേ. ആർത്തലയ്ക്കുന്ന അലമാലകൾ പോലെ മനസ്സിന്റെ ഉൾത്തടങ്ങളിൽ തുളുമ്പുന്ന ഭക്തിയുമായി കൈകൂപ്പി നിൽക്കുന്ന ഭക്തർ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ആറ്റിൻപുറം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ രേവതി മഹോത്സവം 2025 ഫെബ്രുവരി 28, മാർച്ച് 1, 2 തീയതികളിൽ രണ്ടാം ഉത്സവ ദിവസമായ മാർച്ച് 1 ശനിയാഴ്ച രാവിലെ 5 മണിക്ക് നട തുറക്കും. 5-6-ന് നിർമ്മാല്യം, തുടർന്ന് അഭിഷേകം. 6 മണിക്ക് മഹാഗണപതി ഹോമം, ഉദയാസ്തമന പൂജ. 7 മണിക്ക് പ്രഭാതഭക്ഷണം. 8:30-ന് മഹാമൃത്യുഞ്ജയ ഹോമം. 9:30-ന് നാഗരൂഢ. 11:30-ന് ഉച്ചപൂജ. 12 മണിക്ക് തിരുനട അടയ്ക്കൽ. വൈകുന്നേരം 5-ന് നട തുറക്കൽ. 6 മണിക്ക് പുഷ്പാഭിഷേകം, അലങ്കാര ദീപാരാധന. രാത്രി 7 മണിക്ക് കൈകൊട്ടി അവതരിപ്പിക്കുന്നത് യവനിക ആയിരവല്ലി ക്ഷേത്രം, ചാത്തിക്കുഴി. 8 മണിക്ക് അത്താഴ പൂജ. 9 മണിക്ക് തിരുനട അടയ്ക്കൽ. നീരദനയനെ നീരേറ്റു പുറത്തമ്മേ, നീ എന്റെ വിളിപ്പുറത്തമ്മ, ദേവി ശ്രീചക്കുളം വാഴുമമ്മ. ആശ്രയിപ്പൂർക്കെന്നും അഭയവരദായകമായ, ആപൽ ബാന്ധവർക്കെന്നും ആശ്രയമായ, ആലംബഹീനർക്കെന്നും ആലംബമായ ആറ്റിൻപുറം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ രേവതി മഹോത്സവം 2025 ഫെബ്രുവരി 28, മാർച്ച് 1, 2 തീയതികളിൽ മൂന്നാം ഉത്സവ ദിവസമായ 2025 മാർച്ച് 2 ഞായറാഴ്ച രാവിലെ 4:30-ന് നട തുറക്കൽ. 4:30
4:35 നിർമ്മാല്യം, 4:45 അഭിഷേകങ്ങൾ, 6 മണിക്ക് മഹാഗണപതി ഹോമം, ഉദയാസ്തമന പൂജ, 6:10 ഉഷപൂജ, 8 മണിക്ക് ചെണ്ടമേളം, 9 മണി മുതൽ ആറ്റിൻപുറം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ അമ്മയ്ക്ക് മുന്നിൽ സമൂഹ പൊങ്കാല. ഒരു വീട്ടിൽ നിന്നും ഒരു പൊങ്കാലയെങ്കിലും അമ്മയ്ക്ക് സമർപ്പിച്ച് പുണ്യം നേടണമെന്ന് ഭക്ത്യാദരപൂർവം അഭ്യർത്ഥിക്കുകയാണ്. 10:30 പ്രഭാത ഭക്ഷണം, 11 മണിക്ക് ഉച്ചപൂജ, 11:15 പൊങ്കാല നിവേദ്യം, 12:30 തിരുനട അടയ്ക്കൽ, വൈകുന്നേരം 4 നട തുറക്കൽ, 4:45 ഉരുൾ, 6 മണിക്ക് പുഷ്പാഭിഷേകം, അലങ്കാര ദീപാരാധന, 6:15 ശീവേലി വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള വർണ്ണശബളമായ താലപ്പൊലിയുടെ അകമ്പടിയോടെ കുത്തിയോട്ട ഘോഷയാത്ര. രാത്രി 11 ക്ഷേത്രക്കടവിൽ നീരാട്ട്, തുടർന്ന് ക്ഷേത്രത്തിൽ താലപ്പൊലിയും വിളക്കും. രാത്രി 12 പൂത്തിരിമേളം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. മൺതരികളിൽ പോലും പൗരാണിക ചരിത്രം രചിക്കപ്പെട്ടിട്ടുള്ള ദേവീനാമ സങ്കീർത്തനങ്ങളാലും ദേവീ പുരാണ പാരായണ സൗകുമാര്യത്താലും ഈ ദേശമാകെയും ഭക്തിയുടെ ആനന്ദ ദുന്ദുഭിനാദം മുഴക്കിക്കൊണ്ട് ആറ്റിൻപുറം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ രേവതി മഹോത്സവം 2025 ഫെബ്രുവരി 28, 1, 2 തീയതികളിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ, ഒന്നാം ഉത്സവ ദിവസമായ ഫെബ്രുവരി 28 വെള്ളിയാഴ്ച രാവിലെ 5 മണിക്ക് നട തുറക്കൽ, നിർമ്മാല്യം, അഭിഷേകങ്ങൾ, ഗണപതി ഹോമം, ഉദയാസ്തമന പൂജ, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം, തുടർന്ന് 11 മണിക്ക് ഉച്ചപൂജ, 11 മണി മുതൽ 2 മണി വരെ ക്ഷേത്രം വക നടത്തുന്ന സമൂഹ സന്ധ്യ. 12 മണിക്ക് തിരുനടയടയ്ക്കൽ, വൈകുന്നേരം 5 നട തുറക്കൽ, പുഷ്പാഭിഷേകം, അലങ്കാര ദീപാരാധന, അത്താഴ പൂജ, 9 മണിക്ക് തിരുനട അടയ്ക്കൽ. രാത്രി 8 മണി മുതൽ സൗപർണിക അവതരിപ്പിക്കുന്ന ഭക്തിഗാന മാലിക. അവതരണം ഒരു വനിതാ സംഗീത കൂട്ടായ്മ, നെടുവങ്ങാട്. അന്നേ ദിവസം രാവിലെ 10 മണി മുതൽ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം വഹിക്കുന്നത് മറിയം ഹോസ്പിറ്റൽ, പനവൂർ. പൊങ്കാലയേകാമമ്മേ ചക്കുളത്തമ്മേ, ഞാൻ വൃശ്ചികത്തിൽ കാർത്തികയായി നിൻ തിരുനാളായി. എല്ലാ പൂജകളുടെയും പ്രസാദ വിതരണം വൈകുന്നേരം 6 മുതൽ നടക്കുന്നു. ആയില്യ പൂജ എല്ലാ മാസവും ആയില്യം നാളിൽ വളരെ പ്രാധാന്യത്തോടെ നാഗര് പൂജയും പൊങ്കാലയും നടന്നു വരുന്നു. തുലാമാസത്തിലെ ആയില്യമൂട്ട് വളരെ പ്രാധാന്യത്തോടെ വളരെ വിപുലമായ രീതിയിൽ നടത്തുന്നു. അമ്മേ അമ്മേ എന്നൊന്നു വിളിച്ചാൽ മനസ്സാകെ നിറഞ്ഞു വിളിപ്പുറത്തെ കുത്തിയോട്ട ഘോഷയാത്ര വൈകിട്ട് 4:30 ആറ്റിൻപുറം അപ്പപ്പം നടയിൽ നിന്നും തിരിച്ച് ചെണ്ടമേളം, നാദസ്വരം, നിരവധി അലങ്കരിച്ച വാഹനങ്ങൾ, തേരുവിളക്ക്, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ കൊച്ചുപാലോട്, പനയമുട്ടം, മാമൂട് വഴി കുന്നിൽ ആയിരവല്ലി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് അവിടെ നിന്നും കുത്തിയോട്ട ചമയവുമായി, താല
താലപ്പൊലിയുടെ അകമ്പൊലിയോടുകൂടി അജയപുരം പൂവക്കാട് വഴി രാത്രി 11 മണിക്ക് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നു. തുടർന്ന് ശീവേലി വിഗ്രഹം ക്ഷേത്രക്കടവിൽ ഭക്തിനിർഭരമായ നീരാട്ടിന് ശേഷം തിരിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നു. തുടർന്ന് താലപ്പൊലിയും തേരുവിളക്ക് കുത്തിയോട്ട ഘോഷയാത്ര കടന്നുവരുന്ന വീഥികൾ അലങ്കരിച്ച് നിറപറയും നിലവിളക്കും വെച്ച് ദേവിയെ വരവേൽക്കണമെന്ന് ദേവീ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. പൊങ്കാലയേകാമമ്മേ ചക്കുളത്തമ്മേ ഞാൻ വൃശ്ചികത്തിൽ കാർത്തികയായി നിൻ തിരുനാളായി.